അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ഇന്നലെ ഒരു നന്ദി കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, നമ്മുടെ അൻസാരി സുഹരിക്കും നന്ദി കൊടുത്തിട്ടുണ്ട്. ആ നന്ദിയാണിപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത്. നന്ദി പറയുന്നത് ഒരു ഉസ്താദാണ്. ഉസ്താദ് ചില്ലറക്കാരനൊന്നുമല്ല, 10-25 വർഷമായി ദർസ് നടത്തുന്ന ഒരു പണ്ഡിതനാണ്. ഉസ്താദ് ഒരു ഫൈസിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉസ്താദിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ ആരും തന്നെ കമൻറ്റുകൾ എഴുതരുതെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. ഉസ്താദിൻ്റെ നന്ദി നമുക്കൊന്ന് കേട്ടു നോക്കാം. ആലപ്പുഴക്കാരനായ സുഹൂരിയോടും മദനിയോടും പറയാനുള്ളത്, നിങ്ങൾക്ക് വലിയ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഈ മജ്ലിസ് കൊണ്ട്. എന്തുകൊണ്ട് ഈ മജ്ലിസിനെ ഇത്രമാത്രം വലിയ തിരക്കുള്ള ഒരു മജ്ലിസാക്കിയത്? അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുതൽ ബഹുമാനപ്പെട്ട സയ്യിദിന്റെ വീട്ടിന്റെ പരിസരത്ത് കണ്ടതായിരിക്കുന്ന ആൾക്കൂട്ടവും ബഹുമാനപ്പെട്ട സയ്യിദിനെ തേടി വരുന്നതായ ആളുകളുടെ ആ വരവും ആത്മാർത്ഥതയും കണ്ടപ്പോൾ നിങ്ങളോട് ഞങ്ങൾ കുറച്ച് നന്ദി, ഒരു കടപ്പാടുള്ളവരായി തീരുക. നിങ്ങൾ ആ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദിനെ നിങ്ങൾ വലിച്ചു കയറാനും കടിച്ചു കയറാനും ശ്രമിച്ചതുകൊണ്ട് ഈ മജ്ലിസിന് കോട്ടമല്ല സംഭവിച്ചിരിക്കുന്നത്, ഇരട്ടിക്ക് ഈ മജ്ലിസ് ഉയർന്നിക്കുകയാണെന്നുള്ള ഒരു വിവരം ഞങ്ങൾ അറിയിക്കുകയാണ് ഈ മജ്ലിസ് കൊണ്ട്. എന്തായാലും അറിയിച്ചതിൽ സന്തോഷമുണ്ട് ഉസ്താദെ. നിങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ, ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ആളുകൾ കൂടിയല്ലോ. ആളുകൾ കൂടിയാൽ പിന്നെ സ്വാഭാവികമായും സന്തോഷമുണ്ടാകും. എന്തോ ആകട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ അറിയിച്ചതിനേക്കാളും നന്ദി പറഞ്ഞതിനേക്കാളും ഒക്കെ എനിക്ക് സന്തോഷം തോന്നിയത്, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ തങ്ങളെ കടിച്ചു കീറാനും വലിച്ചു കീറാനുമൊക്കെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു എന്ന്. അങ്ങനെ ഇടപെട്ടത് കൊണ്ട് ചെറിയ ഒരു മാറ്റം കാണുന്നുണ്ട്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താണ് ആ മാറ്റം? അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഒരുപാട് പണ്ഡിതന്മാർ വിളിച്ചു. ഇന്നലെ ഒരുപാട് പണ്ഡിതന്മാർ, വലിയ വലിയ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ആലിമീങ്ങളും വിളിച്ചിട്ട് പറഞ്ഞു ആ സദസ്സ് നിലനിൽക്കണം. അതുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ് എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തില്ലാവില്ല, അങ്ങനെ ഒന്നും ഒരു സംസാരം ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ്, ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. തങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരമുണ്ടാകുമ്പോൾ തങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് അബദ്ധങ്ങൾ വന്നു പോകും. അങ്ങനെ അബദ്ധങ്ങൾ വന്നാൽ ആളുകൾ വഴിതെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മജ്ലിസ് നടത്തുകയോ ദുആയ്ക്ക് നേതൃത്വം നൽകുകയോ ഒക്കെ ചെയ്തോളൂ, പക്ഷേ ദീനിൻ്റെ വിഷയങ്ങൾ സംസാരിക്കരുത് എന്ന്. തങ്ങൾ ഇനി ശ്രദ്ധിച്ചേ സംസാരിക്കൂ എന്ന് കുറേ ആലിമീങ്ങൾക്ക് വാക്കു കൊടുത്തു എന്നാണ് പറയുന്നത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് ആളുകൾ ഒരു വശത്ത് കൂടുന്നുണ്ട് എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇങ്ങനെയും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എനിക്കൊരു സന്ദേഹമുള്ളത്, ഒരാശങ്കയുള്ളത്, നിങ്ങൾ ഏത് പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടാണ് ഇനി മുമ്പോട്ട് പോകാൻ നോക്കുന്നത്? ഇപ്പം നേരത്തെ പ്രസംഗിച്ച ആ ഉസ്താദിനെ പോലെയുള്ള ആളുകളോട് ചോദിച്ചിട്ടാണോ? എങ്കിലത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഉസ്താദ് പരമാവധി തങ്ങളെ ന്യായീകരിച്ചുകൊണ്ട്, തങ്ങളിൽ നിന്ന് വരുന്ന വീഴ്ചകളെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ ഉസ്താദ് ന്യായീകരിക്കുന്ന ന്യായീകരണങ്ങൾ അത് നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ്. അത് മഹാന്മാരായിരിക്കുന്ന സയ്യിദന്മാരുടെ കയ്യിൽ നിന്നുണ്ടാകാം, ആലിമീങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാകാം, സാധാരണക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഉണ്ടാകാം തെറ്റുകൾ. അതല്ലേ കഴിഞ്ഞ മജ്ലിസിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ എന്തോ ഒരു വാക്കിൽ ഒന്ന് പതറിപ്പോയി. അത് ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് തന്നെ അത് വേണ്ടപ്പെട്ട രൂപത്തിൽ, അത് പറയേണ്ട രൂപത്തിൽ ഞങ്ങളുടെ അറിവ് വെച്ചുകൊണ്ട് ഞങ്ങളത് തിരുത്തി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് പറയേണ്ട രൂപത്തിൽ മൂപ്പരുടെ അറിവ് വെച്ച് മൂപ്പര് തിരുത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ഉസ്താദ് തങ്ങളിൽ നിന്ന് വന്ന ഒരു ഭീമാബദ്ധം, അതിനെ ന്യായീകരിക്കുന്നതും നിസാരവൽക്കരിക്കുന്നതും കണ്ടോ? ഒന്ന് പതറിപ്പോയി എന്ന് ചെറിയ ഒരു പതർച്ച തങ്ങൾക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട്, എന്താണ് ആ സംഭവമെന്ന് ഞാൻ വീണ്ടും പറയേണ്ടതില്ലല്ലോ. ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതി തേനിലൂത് എന്ന് പറഞ്ഞ ആ ഒരു വലിയ വിവാദം, അദ്ദേഹത്തിൽ നിന്ന് വന്ന വലിയ ഒരു അബദ്ധം, അതിനെ മൂപ്പര് നിസാരവൽക്കരിക്കുകയാണ്. ഒന്ന് പതറിപ്പോയി എന്ന് മൂപ്പരിങ്ങനെ നിസാരവൽക്കരിച്ചുകൊണ്ട്
തങ്ങളിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളെ ന്യായീകരിച്ചു കൊടുക്കുകയാണ്. ഈ പ്രസംഗത്തിൽ തന്നെ വേറൊരു ന്യായീകരണം കേട്ടു നോക്ക്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഉംറക്ക് പോയി പടുത്ത് ഒരുത്തൻ തലപ്പാവ് ധരിച്ചിട്ട്, എന്താ പറഞ്ഞ, ഒരുത്തൻ തലപ്പാവ് ധരിച്ചിട്ട്, അതെന്നെയാകാനാണ് സാധ്യത. കാരണം ഉംറയ്ക്ക് പോയ വിഷയം വിമർശിച്ചവരുടെ കൂട്ടത്തിൽ തലപ്പാവ് ധരിച്ച ആള് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എന്നെയാണോ പറഞ്ഞത്? എന്നെ ഒരുത്തൻ എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ വലിയൊരു പണ്ഡിതനാണ്, നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ പറയുന്ന വേദി, ആ വേദിയിൽ എന്തു പറയണമെന്നാണ് തങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ജോലി? എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് തങ്ങൾ നിങ്ങളോട് പറഞ്ഞത്? ബഹുമാനപ്പെട്ടവർ എന്നോട് കഴിഞ്ഞ ആഴ്ച മുതൽക്ക് ആവശ്യപ്പെട്ടതാണ് മനുഷ്യന്മാരെ കൽബ് നന്നാവുന്നതിനെ കുറിച്ച് കുറച്ച് പറയണം. അടുത്ത മജ്‌ലിസ് കൽബ് മോശമാകുമ്പോഴാണല്ലോ ആളുകളേക്ക് വൃത്തികേടുകളൊക്കെ ഉണ്ടാകുക. അത് ശരിയാ ഉസ്താദെ, കൽബ് മോശമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വൃത്തികേടുകൾ ഉണ്ടാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും വരും. അപ്പം കൽബ് നന്നാകാൻ വേണ്ടി പ്രസംഗിക്കാൻ ഏൽപ്പിച്ച നിങ്ങളാണ് നിങ്ങളെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ഒരുത്തൻ തലപ്പാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. മോശമല്ലേ ഉസ്താദെ? ഞാനിപ്പോൾ നോക്കൂ, ഞാൻ ഈ തങ്ങൾക്കെതിരെ എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോയിൽ അദ്ദേഹത്തെ മോശമാക്കി സംസാരിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ തങ്ങൾ എന്നു മാത്രമല്ലേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. കുറേ ആളുകൾ അദ്ദേഹം തങ്ങളല്ല എന്ന് എന്നോട് പറയുന്നുണ്ട്. അദ്ദേഹത്തെ തങ്ങളെന്ന് വിളിക്കുന്നതിൻ്റെ പേരിൽ എന്നെ വിമർശിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, തങ്ങളുടെ നാടിനടുത്തുള്ള ഒരാൾ, അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് എന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹവും ഒരു തങ്ങളാണ്, ഈ പറയപ്പെടുന്ന ഹാമിദ് ആറ്റക്കോയ തങ്ങളല്ല എന്നതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളെ ഞങ്ങളത് ബോധ്യപ്പെടുത്താം, എന്നിട്ടെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ തങ്ങളെന്ന് വിളിക്കരുത് എന്നീ 2-3 ദിവസം മുമ്പ് എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചതാണ്. എന്നിട്ടും ഞാൻ ഹാമിദ് ആറ്റക്കോയയെ തങ്ങളെന്നു മാത്രമേ വിളിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു ബീവിയാണെന്ന് ആ വിളിച്ച ആളും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ വാപ്പ തങ്ങളല്ല എന്നാ പറയുന്നത്. എന്തോ ഞാൻ അന്വേഷിച്ചതിൽ നിന്നും അറിഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ചെറുപ്പത്തിൽ യത്തീംഖാനയിൽ പഠിച്ച ചില സുഹൃത്തുക്കൾ അവർ പറഞ്ഞതിൽ നിന്നുമൊക്കെ അദ്ദേഹത്തെ തങ്ങളെന്ന് വിളിക്കപ്പെടാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും തങ്ങളെന്ന് മാത്രമാണ് വിളിക്കുന്നത്. തങ്ങളെ എന്തെല്ലാം പേര് സോഷ്യൽ മീഡിയയിൽ ആളുകൾ വിളിക്കുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ ആ പ്രയോഗം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? അപ്പം നിങ്ങൾ കൽബ് നന്നാക്കാൻ വേണ്ടി പ്രസംഗിച്ച വേദിയിൽ കയറിയിരുന്നിട്ട് നിങ്ങളെ വിമർശിച്ചു എന്നതിൻ്റെ പേരിലാണ് ഒരുത്തൻ തലപ്പാവ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പറഞ്ഞോളൂ, പ്രശ്നമൊന്നുമില്ല. എന്താണ് വിഷയം അത് പറ. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവരെ ഇടിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് ആകെ കണ്ടുപിടിച്ചൊരു കുറ്റാണ് എന്ത്, ഉംറയ്ക്ക് ഇറാൻ കെട്ടിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് തൊപ്പി ധരിച്ചു എന്നുള്ളതാണ് മൂപ്പർക്ക് കിട്ടിയത്. എന്തൊരു ന്യായീകരണമാണ് ഉസ്താദെ. തൊപ്പി ധരിച്ചു എന്നോ? മൂപ്പര് തൊപ്പിയാ ധരിച്ചത്? തൊപ്പി എന്ന് പറഞ്ഞ സാധാരണ നമ്മൾ നിസ്കരിക്കാറൊക്കെ ഇടാറുള്ള തലപ്പാവൊക്കെ കെട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ മേലെ ധരിക്കാറുള്ള ആ സാധനത്തെയല്ലേ നമ്മൾ സാധാരണ രീതിയിൽ തൊപ്പി എന്ന് പറയുന്നത്. തലയിൽ വിഗ് വെക്കുന്നതിനെ നമ്മൾ തൊപ്പി എന്ന് പറയാറുണ്ടോ ഉസ്താദെ? എന്താണ് ഉസ്താദെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അതിന് വിഗ് എന്ന് തന്നെ പറയൂ. ഇനി വിഗ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ വെപ്പുമുടി എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. അതിനെയാണ് ഉസ്താദ് നിസാരവൽക്കരിക്കാൻ തൊപ്പി ധരിച്ചു എന്ന്. എന്നിട്ട് മൂപ്പര് പറഞ്ഞ കേട്ടോ, ആകെ ഒരു കുറ്റം കണ്ടത് അതുമാത്രമാണെന്നാണ്. എൻ്റെ ഉസ്താദെ, ആ വീഡിയോയിൽ തന്നെ അതിൻ്റെ തൊട്ടു മുമ്പ് പറയുന്ന വേറൊരു വിമർശനമുണ്ട്. ഹജറുൽ അസ്വദാണെന്ന് പറഞ്ഞുകൊണ്ട് റുക്കുനുൽ യമാനി കാണിച്ചിട്ട് ആളുകളോട് പറയാണ്, ഹജറുൽ അസ്വദ് കണ്ടോ, ഹജറുൽ അസ്വദ് കണ്ടോ എന്ന്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ലല്ലോ. അതിനേക്കാൾ ഗൗരവമായ ഒരു വിഷയം ഞാൻ വിമർശിച്ചിരുന്നു. യത്തീം മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് തങ്ങളെ ഏൽപ്പിച്ച പണം യത്തീം മക്കൾക്ക് കൊടുക്കാതെ തങ്ങൾ ഏതോ ഒരു ബിസിനസ്സിൽ
ഹറാമായ രീതിയിൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി നിക്ഷേപിച്ചു. തെളിവ് സഹിതം ഞാൻ സംസാരിച്ചു. നിങ്ങൾ അതൊന്നും കണ്ടില്ലേ? നിങ്ങൾ അതിനൊന്നും മറുപടി പറയാത്തത് എന്താ? അപ്പം നിങ്ങൾക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും വകുപ്പുള്ളത് മാത്രം നിങ്ങളിങ്ങനെ നിസ്സാരവൽക്കരിച്ച് ന്യായീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉസ്താദെ? എന്നിട്ട് മൂപ്പര് പറയുന്ന ന്യായീകരണം എന്താണ്? തങ്ങൾ കൂരവേദനയായിരുന്നു. മനുഷ്യനല്ലേ, സ്വാഭാവികമാണ്. തങ്ങൾ 2 ദിവസം 3 ദിവസം മക്കയിൽ, 1 ദിവസം മദീനയിലെ ഉണ്ടാവാറുള്ളത്. തിരക്കുള്ള ആളല്ലേ, സ്വാഭാവികമാണ്. അതുകൊണ്ട് തങ്ങൾ ഈ ഉംറയ്ക്ക് വരുന്നവർക്ക് വാക്ക് കൊടുത്തു. എന്ത്? ദുആ ചെയ്യാൻ ഞാൻ അവിടെ ഉണ്ടാകും. അതും ഓക്കെ, ആയിക്കോട്ടെ, പ്രശ്നമില്ല. എന്നിട്ട് പിന്നെ മൂപ്പര് പറയുന്നത് മത്വാഫിലേക്ക് ഇറങ്ങുമ്പോൾ, തവാഫ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഉംറയുടെ ഡ്രസ്സിലല്ലാതെ, ഇഹ്റാമിൻ്റെ ഡ്രസ്സിലല്ലാതെ മത്വാഫിലേക്ക് ആളുകളെ കടത്തി വിടുന്നില്ല. അതും ശരിയാണ്. പക്ഷേ ഞങ്ങൾ കാണുമ്പോൾ മൂപ്പര് എവിടെയാ നിൽക്കുന്നത്? കഅബയുടെ മുമ്പിലല്ലേ, ഇഹ്റാമിൻ്റെ വേഷത്തിലല്ലേ? സ്വാഭാവികമായും ഒരു മുസ്ലിം കഅബയുടെ മുറ്റത്ത് ഉംറ ചെയ്യാതെ വെറും ദുആയ്ക്ക് വേണ്ടി മാത്രം പോകും എന്ന് ഞങ്ങൾ വിചാരിക്കണോ? നിങ്ങൾ വലിയ സംഭവമായിട്ട് പറഞ്ഞ കാര്യം അതല്ലേ. മൂപ്പര് ഉംറയ്ക്ക് പോയതല്ല, അത്ര ദുആ ചെയ്തു കൊടുക്കാൻ പോയതാണ്. ഏതൊരാളും ഇപ്പോൾ ഊരവേദന ഉണ്ടെങ്കിൽ അവിടെ വീൽ ചെയർ കിട്ടാനുണ്ട്. തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളെയും കിട്ടും. അങ്ങനെയൊക്കെ ഒരാൾക്ക് ഉംറ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതൊന്നും ഉപയോഗപ്പെടുത്താതെ വെറും ദുആ ചെയ്യാൻ വേണ്ടി മാത്രം പോയതിനെ മൂപ്പര് ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് പറയാണ്, ആ ചങ്ങായിക്ക് ഇതിനെക്കുറിച്ചൊക്കെ വല്ല ധാരണയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നെ വിമർശിക്കുന്നത്. എന്നിട്ട് മൂപ്പര് തങ്ങൾക്കൊരു ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ നിങ്ങള് ടോയ്ലറ്റിൽ പോകുമ്പോഴും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിതെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർക്ക് ആ ഉപദേശം കൊടുത്തത് നന്നായി. മൂപ്പര് ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെ നിന്ന് ലൈവ് ഇട്ടാൽ അതിനെയും ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പോൾ ഉംറയ്ക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ലൈവ് ഇടുകയാണ്. അതിൽ വരുന്ന അബദ്ധങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതല്ലാതെ മൂപ്പരുടെ പിന്നാലെ ഭൂതക്കണ്ണാടി വെച്ച് നടന്നിട്ട് മൂപ്പരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചിട്ടല്ല സംസാരിക്കുന്നത്. മൂപ്പരിടുന്ന ലൈവിൽ നിന്ന് വരുന്ന ഇസ്ലാമികമായ അബദ്ധങ്ങൾ അത് മാത്രമേ പറയുന്നുള്ളൂ. വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുക എന്നത് ലക്ഷ്യമേ അല്ല. അതുകൊണ്ട് മൂപ്പര് ടോയ്ലറ്റിൽ പോകുമ്പോൾ അവിടെ നിന്ന് ലൈവ് ഇട്ടാൽ അതിൽ തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതല്ലാത്ത പരിപാടിയൊന്നുമില്ല. എന്തായാലും ഈ ഉസ്താദ് തങ്ങളിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം നേരത്തെ ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതി തേനിൽ ഊതാൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ആ സംഭവത്തെ ഈ ഉസ്താദിന് അറിയുന്നത് പോലെ സ്റ്റേജിൽ വെച്ച് തന്നെ തിരുത്തി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടോ തിരുത്തി കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ആ കിബറില്ലാത്ത മനസ്സിനെ ഞാൻ അന്ന് അനുഭവിച്ചതാണ്. നമ്മൾ ആ വിഷയം പറഞ്ഞപ്പോൾ സയ്യിദ് ആകെ ഒന്നിട്ട് പകച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ മാറ്റി പറഞ്ഞോളാം, ഞാൻ അങ്ങനെ അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, ഞാൻ മാറ്റി പറഞ്ഞോളാം, നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് പറഞ്ഞ അള്ളാഹുവും അദ്ദേഹവുമായിട്ടുള്ള കഴിഞ്ഞതോടുകൂടെ കഴിയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം പറഞ്ഞു, പിറ്റേന്നത് മാറ്റി പറയുകയും ചെയ്തു. അതോടുകൂടി കഴിയേണ്ടതായിരുന്നു. പക്ഷേ ഉസ്താദെ, വേറൊരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് പല സമയങ്ങളിലായി അതിനെ ന്യായീകരിക്കുന്നുണ്ട്. നമ്മളെ അമ്പലത്തിലെ പല ഒരാൾ ഓണത്തിന് വിളിച്ചാൽ എല്ലാവരും പോവാറുണ്ടല്ലേ, അല്ലെ? ഓണത്തിനൊക്കെ സൗഹാർദ്ദമാണ്. ഞാൻ നമ്മളെ ആളുകളോടല്ല, മുസ്ലിങ്ങളായ സഹോദരിമാരോട് ഞാൻ എന്ത് പറയുന്നത്, ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് തേനിൽ ഊതിക്കോളില്ലേ? അതൊരു തെറ്റായിട്ട് എന്താണ് കുറെ ആൾക്കാർ അത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന്. അതല്ലാതെ തെറ്റായിട്ടല്ല, പറഞ്ഞ ആൾക്കാർ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാ മൂപ്പര് പറയുന്നത്. അപ്പോൾ പിന്നെ മൂപ്പര് ക്ഷമ ചോദിച്ചതിൽ എന്തർത്ഥമുള്ളത്? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞതിൽ എന്തർത്ഥമുള്ളത്? അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കേട്ടോ, ഇപ്പോൾ അമ്പലത്തിലൊക്കെ ഓണമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വിളിക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്, അതൊക്കെ സൗഹാർദ്ദമാണ് എന്ന്. ഇതിനൊക്കെ എന്താണ് ഉസ്താദെ മറുപടി പറയേണ്ടത്? ഇതിനെയൊക്കെ നിങ്ങൾ ന്യായീകരിക്കുകയാണോ? അപ്പോൾ മൂപ്പരിൽ നിന്ന് അബദ്ധം വന്നു എന്ന് നിങ്ങൾ തിരുത്തി കൊടുത്തിട്ടും മൂപ്പര് പിറ്റേ ദിവസം അത് ഏറ്റുപറഞ്ഞ് ക്ഷമ പറഞ്ഞിട്ടും പിന്നീട് അങ്ങോട്ട് പല തവണ അതിനെ ന്യായീകരിക്കുക ചെയ്തത്. അതിനെ വിമർശിച്ച ആളുകളാണ് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചത് എന്ന് മുത്തുമണികളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഉസ്താദെ.
എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ തന്നെ ഒരു തെറ്റ് പരസ്യമായിട്ട് വന്നാൽ അതിനെ രഹസ്യമായിട്ടാണോ തിരുത്തി കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഭാഷയിൽ 50,000 60,000 ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട് എന്നാണല്ലോ പറയുന്നത്. നമുക്കറിയില്ല, നമ്മൾ പോയി നോക്കിയിട്ടില്ല. എന്തോ ആകട്ടെ, ഇത്രയും ആളുകൾ കൂടുന്ന, അതേപോലെ അത്ര തന്നെ ആളുകൾ ലൈവായിട്ടോ അല്ലെങ്കിൽ പിന്നീടൊക്കെയായിട്ട് കാണുമല്ലോ, അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് പറഞ്ഞ ഒരു ഇസ്ലാമിക വിരുദ്ധമായ ഭീമാബദ്ധം ഒന്നൊന്നുമല്ല, ഒരുപാടുണ്ട്. ഈ അബദ്ധങ്ങൾ അതിൽ നിങ്ങൾ തിരുത്തി കൊടുത്തത് ഈ ഒരെണ്ണമാണല്ലോ, അത് നിങ്ങൾ രഹസ്യമായിട്ട് തിരുത്തി കൊടുത്തു എന്നാണ്. അതായിരുന്നോ വേണ്ടത്? അങ്ങനെ രഹസ്യമായിട്ട് തിരുത്തി കൊടുത്താൽ എന്തുണ്ടാവാനാണ്? മൂപ്പര് പിറ്റേ ദിവസം വന്നിട്ട് ഇതുപോലെ ന്യായീകരിക്കുമെന്നല്ലാതെ. എന്നിട്ട് മൂപ്പര് ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒരാളിൽ നിന്നൊരു തെറ്റ് വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഒരു മനുഷ്യൻ്റെയൊക്കെ എന്തെങ്കിലും അപാകതകൾ വന്നാൽ എന്താ ഒരു മൂമിനായ മനുഷ്യൻ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? എൻ്റെയൊക്കെ ഒരു തെറ്റ് വന്നു, നിങ്ങളത് കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് മൈക്ക് കെട്ടി പ്രസംഗിക്കുക വേണ്ടത്, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കുക വേണ്ടത്? അതോ ഒരു നസീഹത്ത് എന്നോണം, ഒരു ഗുണകാംക്ഷ എന്നോണം ആ മനുഷ്യനെ വിളിച്ചിരുത്തിയിട്ട് ആ കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? ഏതാ ഒരു മൂമിനായ മനുഷ്യൻ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞാൽ ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടത്. ഉസ്താദെ, നിങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത്. അവിടെ ഇരിക്കുന്ന ആളുകൾ സാധാരണക്കാരല്ലേ, അവർക്ക് വിവരമൊന്നുമില്ലല്ലോ. നിങ്ങൾ വിവരമുള്ള 25 കൊല്ലം ദർസ് നടത്തിയ ഒരു ആലിമല്ലേ, അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഒരാളിൽ നിന്നൊരു തെറ്റ് വന്നാൽ എങ്ങനെയാണത് തിരുത്തേണ്ടത്? രഹസ്യമായ തെറ്റാണെങ്കിൽ രഹസ്യമായി തിരുത്തി കൊടുക്കണം, അത് പരസ്യമാക്കാൻ പാടില്ല. എന്നാൽ പരസ്യമായ ഒരു തെറ്റാണെങ്കിൽ എങ്ങനെയാണ് ഉസ്താദ് അത് തിരുത്തി കൊടുക്കേണ്ടത്? ഉസ്താദ് കിതാബുകൾ വായിച്ചുകൊണ്ടും തിരുത്തി ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഇമാം നബവിയുടെ റൗളത്തു താലിബീനൊക്കെ ഉണ്ടല്ലോ, എടുത്ത് വായിക്കൂ ഉസ്താദെ. പരസ്യമായി വരുന്ന ഒരു തെറ്റിനെ രഹസ്യമായിട്ടാണോ ഉണർത്തി കൊടുക്കേണ്ടത്? അത് പരസ്യമായി തിരുത്തി കൊടുക്കണ്ടേ? എങ്കിലല്ലേ ആ തെറ്റ് കേട്ട് തെറ്റിദ്ധരിച്ചു പോയ, വിശ്വസിച്ചു പോയ ആളുകൾക്ക് ആ തെറ്റ് തിരുത്താൻ പറ്റൂ. അതിനല്ലേ നമ്മൾ പരസ്യമായി തിരുത്തി കൊടുക്കുന്നത്. അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ തങ്ങളെ കടിച്ചു കീറാനോ തങ്ങളോട് എന്തെങ്കിലും വ്യക്തിവിദ്വേഷമുള്ളത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ശരീഅത്തിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങൾ, അതിൽ ജനങ്ങളുടെ ഈമാൻ തെറ്റിപ്പോവാനോ വിശ്വാസികളുടെ ഈമാൻ പിഴച്ചു പോകാനോ ഒക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് അതിനെ വിമർശിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പോൾ ആളുകളോട് പറഞ്ഞല്ലോ ഒരാളിൽ നിന്ന് വരുന്ന തെറ്റിനെ എന്താ ചെയ്യേണ്ടത് എന്ന് രഹസ്യമായി ഉപദേശിച്ചു കൊടുക്കണമെന്നാണല്ലോ. എന്നിട്ട് നിങ്ങൾ ചെയ്ത പണി എന്താ ഉസ്താദെ? ഞാനും അൻസാരി സുഹരിയും ഒക്കെ തങ്ങളെ വിമർശിച്ചു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ നമ്പർ കിട്ടുമല്ലോ. എൻ്റെ നമ്പറാണെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻ്റ് ഇട്ടാൽ ഞാൻ നമ്പർ കൊടുക്കാറുമുണ്ട്. അങ്ങനെ ഒരു നമ്പർ സംഘടിപ്പിച്ചിട്ട് എന്നെ വിളിച്ചുപദേശിക്കേണ്ടതിനു പകരം ഉസ്താദ് എന്താ ചെയ്തത്? അത്രയും ആളുകൾ കൂടിയിരിക്കുന്ന സദസ്സിൽ വെച്ച് പരസ്യമായിട്ടല്ലേ ഉസ്താദെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് തെറ്റാണെന്നല്ല കേട്ടോ, അങ്ങനെയാണ് പറയേണ്ടത്. ഞാനാണ് തെറ്റ് ചെയ്തതെങ്കിലും എൻ്റെ വ്യക്തിപരമായ രഹസ്യമായ തെറ്റിനെ കുറിച്ചല്ല. വ്യക്തിപരമായും രഹസ്യമായും ഞാൻ വളരെ മോശക്കാരനാണ്, തങ്ങളെക്കാളും നിങ്ങളെക്കാളും ഒക്കെ മോശക്കാരനാണ്. പക്ഷെ പരസ്യമായി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ, ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങളുണ്ടെങ്കിൽ അത് പരസ്യമായി തിരുത്തണം. രഹസ്യമായതാണെങ്കിൽ എന്നോട് രഹസ്യമായിട്ടാണ് പറയേണ്ടത്. അല്ലെങ്കിൽ അത് പരസ്യമായി തന്നെ തിരുത്തണം. നിങ്ങൾ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റു വന്നു എന്ന് വിചാരിച്ചിട്ടല്ലേ പരസ്യമായിട്ട് പറഞ്ഞത്? അത് പരസ്യമായി തന്നെ പറയണം. പക്ഷേ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് അങ്ങനെ പരസ്യമായി പറയാൻ പാടുണ്ടോ? അപ്പം ഞങ്ങളുടെ കാര്യമാകുമ്പോൾ നിങ്ങൾക്ക് എന്തു ആകാം, നിങ്ങളുടെ കാര്യമാകുമ്പോൾ ഞങ്ങൾ മിണ്ടാൻ പാടില്ല എന്നാണോ? ഇത് ശരിയാണോ ഉസ്താദെ? അല്ലെങ്കിൽ തന്നെ ഉസ്താദ് എന്തിനു വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്? എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, ആളുകൾക്ക് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കുറേ ആളുകൾ കൂടുമ്പോൾ, ഇതൊക്കെയാണോ ഉസ്താദെ ഒരു കാര്യം ദീനാകാനും സത്യമാകാനുമുള്ള മാനദണ്ഡം? ഉസ്താദ് പണ്ഡിതനല്ലേ? കുറേ ആൾ കൂടി എന്നതുകൊണ്ട് അത് ഹക്കാകുമോ?
എന്തെങ്കിലും അനുഭവം ഉണ്ടായി എന്നതുകൊണ്ട് അത് ഹക്കാകുമോ? ആകുമോ ഉസ്താദെ? അതാണോ ഇസ്ലാമിൻ്റെ അഖീദ? നിങ്ങൾ ആ മക്കൾക്ക് ദർസ് ചൊല്ലിക്കൊടുക്കുന്ന ആളല്ലേ, നിങ്ങളിത് പറയാൻ പാടുണ്ടോ? നിങ്ങൾ വലിയൊരു പണ്ഡിതൻ്റെ മകനല്ലേ? ആ വാപ്പയെ കൂടി പഴി കേൾപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് ഈ ദീനിനോടൊരു പ്രതിബദ്ധതയില്ലേ? നിങ്ങളൊരു ഫൈസിയല്ലേ? നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ ഈ സമൂഹത്തോട്? എന്നിട്ട് നിങ്ങളിങ്ങനെ ന്യായീകരിക്കുക, നിസാരവൽക്കരിക്കുക ശരിയാണോ ഉസ്താദെ? നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.